ഹായ് എവരിവൺ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പൗരത്വത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ പൗരത്വത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. PSC എക്സാമിൻ്റെ ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പം നമുക്ക് പൗരത്വത്തെക്കുറിച്ച് പഠിക്കാം. ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മൗലികാവകാശങ്ങളുടെ ക്ലാസ് എടുത്തായിരുന്നു. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ എന്നിവയും ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാർക്ക് പോകാതെ ഇരിക്കാനും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ അവിടെ നമ്മൾ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൗരത്വത്തെക്കുറിച്ച് പഠിക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. അരിസ്റ്റോട്ടിൽ പറഞ്ഞ വാക്കുകളാണിത്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. ആരാണ് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. ഒരു രാഷ്ട്രത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. അപ്പോൾ പൗരത്വം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിൽ ഒരു വ്യക്തിക്ക് പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. പൗരത്വം നിലനിൽക്കുമ്പോഴാണ് ഒരു വ്യക്തി നിയമപരമായി ആ രാഷ്ട്രത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ പൗരത്വം അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എങ്ങനെയുള്ളതാണ്? ഇന്ത്യയിൽ ഏക പൗരത്വമാണ്. ഈ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഇരട്ട പൗരത്വമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്ക, സ്വിറ്റ്സർലൻഡ്. അവിടെ ഇരട്ട പൗരത്വമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതാ? അമേരിക്കയും സ്വിറ്റ്സർലൻഡും എല്ലാം ഇതിന് ഉദാഹരണമാണ്. അവിടെ സംസ്ഥാന രാജ്യ പൗരത്വം അങ്ങനെ വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 അനുച്ഛേദം 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പം 12 മുതൽ 32 വരെ അല്ലേ, 34, 35 വരെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മൗലിക അവകാശങ്ങൾ പറഞ്ഞത്. അപ്പം പാർട്ട് 3 എന്താ വരുന്നത്? മൗലിക അവകാശങ്ങൾ വരുന്നു. അപ്പം ഇവിടെ പാർട്ട് 2 പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ. എന്നാൽ പൗരത്വത്തെക്കുറിച്ച് സ്ഥിരമായതോ വിശാലമായതോ ആയ വ്യവസ്ഥകളൊന്നും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. ഭരണഘടന നിലവിൽ വരുമ്പോൾ ആരൊക്കെയാണ് ഇന്ത്യൻ പൗരർ എന്ന് മാത്രമേ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുള്ളൂ. പൗരത്വം നേടുന്നതിനെക്കുറിച്ചോ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പ്രതിപാദിക്കുന്നില്ല. ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955. ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്ന വർഷം 1955. ഭരണഘടനയനുസരിച്ച് താഴെ പറയുന്ന 4 വിഭാഗത്തിലുള്ള വ്യക്തികൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ, അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാ? 1950 ജനുവരി 26. അപ്പം ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് ഈ താഴെ പറയുന്ന നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന 4 വിഭാഗത്തിലുള്ള വ്യക്തികൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പൗരരായിരുന്നു. അത് ആരൊക്കെയാണ്? അതിൽ ആർട്ടിക്കിൾ 5 പറയുന്നത് ഇന്ത്യയിൽ താമസമാക്കിയ ഒരു വ്യക്തി, അദ്ദേഹം എന്താണ്? ഇന്ത്യക്കാരനാണ് അല്ലേ, ഇന്ത്യൻ പൗരത്വമാണ്. കൂടാതെ താഴെ പറയുന്ന 3 നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് നിറവേറ്റുകയും ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിയെ ഇന്ത്യൻ പൗരനായി കണക്കാക്കാം. അതിലൊന്നാമത്തേതാണ് ആ വ്യക്തി ജനിച്ചത് ഇന്ത്യയിലായിരിക്കണം. വ്യക്തിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് 5 വർഷമായി ആ വ്യക്തി ഇന്ത്യയിൽ താമസിച്ചു വരികയാണെങ്കിലും ആ വ്യക്തിക്ക് എന്തുണ്ട്? ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കും. ഇനി ആർട്ടിക്കിൾ 6, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ വ്യക്തി, അദ്ദേഹം ഇന്ത്യൻ പൗരനായി പരിഗണിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും, അതുമല്ലെങ്കിൽ ആ വ്യക്തിയുടെ പിതാമഹരിലോ മാതാമഹരിലോ ആരെങ്കിലുമോ
അവിഭക്ത ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. അവിഭക്ത ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയെ പാകിസ്ഥാനെ നമ്മൾ 2 രാഷ്ട്രമായി തിരിച്ചു. അത് തിരിക്കുന്നതിന് മുമ്പ് ഇവരിൽ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. എങ്കിൽ മാത്രമേ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ വ്യക്തിക്ക് പൗരത്വം കിട്ടുകയുള്ളൂ. പിന്നെ താഴെ പറയുന്ന 2 നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് നിറവേറ്റുകയും ചെയ്യുന്നുവെങ്കിൽ അവരെ നമ്മൾ ഇന്ത്യൻ പൗരനായി കണക്കാക്കും. 1948 ജൂലൈ 19 മുമ്പ് അദ്ദേഹം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പൗരൻ ഇന്ത്യയിലേക്ക് കുടിയേറുകയും കുടിയേറ്റ തീയതി മുതൽ ഇന്ത്യയിൽ താമസിച്ചു വരികയും ആണെങ്കിൽ 1948 ജൂലൈ 19 മുമ്പ് 1948 ജൂലൈ 19 അതിനുശേഷമോ ഒരാൾ ഇന്ത്യയിലേക്ക് കുടിയേറുകയും ഇന്ത്യൻ പൗരനായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നമുക്ക് ഇന്ത്യൻ പൗരനായി കണക്കാക്കാം. രജിസ്ട്രേഷനായി അപേക്ഷിക്കുന്ന തീയതിക്ക് 6 മാസം മുമ്പ് മുതൽ ഇന്ത്യയിൽ താമസിച്ചു വരുന്ന വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ, അതായത് പൗരത്വം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇനി ആർട്ടിക്കിൾ 7 എന്താണ് പറയുന്നത്? 1947 മാർച്ച് 1 ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി പിന്നീട് പുനരധിവാസത്തിനായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഒരാൾക്ക് രജിസ്ട്രേഷൻ മുഖേന ഇന്ത്യൻ പൗരനാകാം. ഇതിനായി രജിസ്ട്രേഷനായി അപേക്ഷിക്കുന്ന തീയതിക്ക് മുമ്പുള്ള 6 മാസം അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. ഇനി ആർട്ടിക്കിൾ 8 ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും അതുമല്ലെങ്കിൽ ആ വ്യക്തിയുടെ പിതാമഹരിലോ മാതാമഹരിലോ ആരെങ്കിലും അവിഭക്ത ഇന്ത്യയിൽ ജനിച്ചവരും നിലവിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരുമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപോ ശേഷമോ ആ രാജ്യത്തെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയോ കോൺസുലർ പ്രതിനിധിയോ മുഖേന ഇന്ത്യൻ പൗരനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ഇന്ത്യൻ പൗരനാകും. ഭരണഘടനയിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞാൽ ആർട്ടിക്കിൾ 9 പറയുന്നത് സ്വമേധയാ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. കാരണം എന്താ? ഇന്ത്യയിൽ ഏക പൗരത്വമാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ച ആൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. ഇനി ആർട്ടിക്കിൾ 10 പറയുന്നത് പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഓരോ വ്യക്തിയും ഇന്ത്യൻ പൗരനായി തുടരും. പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട്. ഇനി ആർട്ടിക്കിൾ 11 പറയുന്നത് പൗരത്വം ഏറ്റെടുക്കലും റദ്ദാക്കലും സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും വ്യവസ്ഥയുണ്ടാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനായിരിക്കും. പൗരത്വം ഏറ്റെടുക്കലും റദ്ദാക്കലും, അതായത് പൗരത്വം കൊടുക്കലും പൗരത്വം റദ്ദാക്കലും സംബന്ധിച്ച എല്ലാ കാര്യത്തിലും ഒരു വ്യവസ്ഥയുണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിന് ആയിരിക്കും. രാഷ്ട്രീയ അവകാശങ്ങൾ പറഞ്ഞാൽ ഒരു രാജ്യത്തെ പൗരന് മാത്രമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ലഭ്യമാകുക. അതായത് ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ ഇന്ത്യയിലുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടുത്തെ രാഷ്ട്രീയ അവകാശങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ? വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഇവയെല്ലാം ഒരു പൗരൻ്റെ രാഷ്ട്രീയ അവകാശങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്, രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. വോട്ട് ചെയ്യാനുള്ള അവകാശവും, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവും, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശവും, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശവും, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശവും ഒരു പൗരൻ്റെ രാഷ്ട്രീയ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പൗരത്വ നിയമം 1955 ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ഇന്ത്യൻ പൗരത്വം നേടൽ, നഷ്ടപ്പെടൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എവിടെ? പൗരത്വ നിയമം 1955. 5 തരത്തിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും. എന്തൊക്കെയാണ് 5 വിധമെന്ന് നമുക്ക് നോക്കാം. 1. ജന്മസിദ്ധമായ പൗരത്വം. ഇമ്പോർട്ടൻ്റ് ആണ്. 1950 ജനുവരി 26 അതിനുശേഷമോ എന്നാൽ 1987 ജൂലൈ 1 മുമ്പോ ഇന്ത്യയിൽ ജനിച്ച ഏതു വ്യക്തിയും
അയാളുടെ മാതാപിതാക്കൾ ഏതു രാജ്യക്കാരായിരുന്നാലും ഇന്ത്യൻ പൗരനായി പരിഗണിക്കപ്പെടും. എങ്ങനെയാണ്? 1950 ജനുവരി 26 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ 1987 ജൂലൈ 1 മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ഏത് വ്യക്തിയും, അതായത് ഈ 50, 87, അതായത് ഇന്ത്യ നമ്മൾ വിഭജിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലേ. ഇനി 1987 ജൂലൈ 1 അതിനുശേഷമോ ജനിച്ചവർ ആണെങ്കിൽ ആ വ്യക്തിയുടെ ജനന സമയം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായാൽ മാത്രമേ ആ വ്യക്തിക്ക് ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കുകയുള്ളൂ. അപ്പം 1987 ജൂലൈ 1 ശേഷം ജനിച്ചവരാണെങ്കിലോ വ്യക്തിയുടെ ജനന സമയം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ആരായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ജനിക്കുന്ന വ്യക്തിക്ക് ജന്മസിദ്ധമായ പൗരത്വം ഇവിടെ ലഭിക്കുകയുള്ളൂ. 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അപ്പോൾ 2024 ഡിസംബർ 3 ശേഷം ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ ജനിച്ച വ്യക്തിയുടെ മാതാവും പിതാവും ആരായിരിക്കണം? ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജനന സമയം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ നിയമപരമായി കുടിയേറിയ വ്യക്തിയും ആയിരിക്കണം. ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട വിദേശ നയതന്ത്രജ്ഞരുടെ മക്കൾക്ക് ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കില്ല. ശത്രു രാജ്യത്തെ പൗരരായ മാതാപിതാക്കൾ ഇന്ത്യയിലായിരിക്കുന്ന സമയം കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിന് ജന്മസിദ്ധമായുള്ള ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നില്ല. അടുത്തതാണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 5 രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കുമെന്ന് പറഞ്ഞു. 1 നമ്മൾ പറഞ്ഞു ജന്മസിദ്ധമായ പൗരത്വം. 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 1950 ജനുവരി 26 അതിനുശേഷമോ എന്നാൽ 1992 ഡിസംബർ 10 മുമ്പോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജനന സമയം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കുന്നു. അപ്പോൾ 1950 ജനുവരി 26 അതിനുശേഷമോ എന്നാൽ ഇവരെങ്ങനെയായിരിക്കണം? 1992 ഡിസംബർ 10 മുമ്പ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കും. 92 ഡിസംബർ 10 അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കുന്നതാണ്. 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കില്ല. പൗരത്വം ലഭിക്കണമെങ്കിൽ ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെയും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ 2024 ഡിസംബർ 3 ശേഷം നിയമപ്രകാരം ഇന്ത്യയുടെ പുറത്ത് ജനിക്കുന്ന ഒരു കുട്ടിക്ക് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കുന്നില്ല. ഇനി പൗരത്വം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടി ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ അവിടെ ജനിച്ച കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യണം. അപ്പം ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലോ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പൗരത്വം കിട്ടും. കുട്ടിക്ക് വേറൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കൈവശമില്ല എന്ന സത്യവാങ്മൂലം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയോടൊപ്പം നൽകണം. പ്രായപൂർത്തിയാകാത്ത കുട്ടി പിന്തുടർച്ച വഴി ഇന്ത്യയുടെയും മറ്റൊരു രാജ്യത്തിൻ്റെയും പൗരനായാൽ ആ കുട്ടി പ്രായപൂർത്തിയായി 6 മാസത്തിനുള്ളിൽ വിദേശ പൗരത്വം ഉപേക്ഷിക്കാത്ത പക്ഷം ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. അടുത്തത് 3ാമത്തെ വഴിയാണ് രജിസ്ട്രേഷൻ മുഖാന്തരം. അനധികൃത കുടിയേറ്റക്കാർ അല്ലാത്ത താഴെ പറയുന്ന വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ മുഖാന്തരം ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും. രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസമുറപ്പിച്ച ഇന്ത്യൻ വംശജരായ വ്യക്തികൾ, അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർ, ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസമുറപ്പിച്ച വ്യക്തി എന്നിങ്ങനെ ഉള്ളവർക്ക് രജിസ്ട്രേഷൻ മുഖേന നമ്മൾ എന്ത് നടത്തുന്നു? രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വം കൊടുക്കുന്നു. ഇനി
ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, ഇന്ത്യൻ പൗരരായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പ്രായപൂർത്തിയായ കുട്ടികൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കളിൽ ഒരാൾ മുൻപ് സ്വതന്ത്ര ഇന്ത്യയുടെ പൗരനായിരുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വത്തിന് അപേക്ഷ നൽകാം. എന്നാൽ ആ വ്യക്തി അപേക്ഷ നൽകുന്നതിന് 12 മാസം മുമ്പ് ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, അതിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. 5 വർഷമായി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അപേക്ഷിക്കുമ്പോൾ 12 മാസവുമായി ഇന്ത്യയിലെ താമസക്കാരനുമായ വ്യക്തിക്കാണ് രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വം ലഭിക്കുകയുള്ളൂ. ഇനി 4 ചിരകാലവാസം മുഖേന. അനധികൃത കുടിയേറ്റക്കാർ അല്ലാത്ത താഴെ പറയുന്ന വ്യക്തികൾക്ക് ചിരകാലവാസം മുഖേന ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും. അപേക്ഷകൻ ഇന്ത്യക്കാർക്ക് പൗരത്വം നിഷേധിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ പൗരൻ ആയിരിക്കരുത്. അപേക്ഷകർ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരനാണെങ്കിൽ ഇന്ത്യയിലെ പൗരത്വത്തിനുള്ള അപേക്ഷ സ്വീകരിക്കപ്പെടുന്ന പക്ഷം മുൻ പൗരത്വം ഉപേക്ഷിക്കുമെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 12 മാസക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഇന്ത്യ ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തികൾ, ഇവർക്കൊക്കെ നമ്മൾ ചിരകാലവാസം മുഖേന പൗരത്വം കൊടുക്കും. മുകളിൽ പറഞ്ഞ 12 മാസത്തിനുള്ളിൽ 14 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ ഗവൺമെൻറ് സർവീസിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി ഒന്നിലും ഭാഗികമായി മറ്റൊന്നിലും ആകെ 11 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് ചിരകാലവാസം മുഖേന എന്ത് നേടാൻ കഴിക്കും? പൗരത്വം നേടാൻ സാധിക്കും. അടുത്തത്, ഇനി അപേക്ഷകൻ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഷയിൽ മതിയായ അറിവുള്ള വ്യക്തിയാണെങ്കിലും ചിരകാലവാസം മുഖേന നമുക്ക് പൗരത്വം നേടാം. ചിരകാലവാസം മുഖേന പൗരത്വം നേടുന്ന ഓരോ പൗരനും ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തണമെന്ന് പ്രതിജ്ഞയെടുക്കണം. അപ്പോൾ ചിരകാലവാസം മുഖേന പൗരത്വം നേടുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? ഓരോ പൗരനും ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തുന്നു എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കണം. 5 തരത്തിലാണ് നമുക്ക് പൗരത്വം നേടാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രാദേശിക സംയോജനം മൂലമാണ് 5ാമത്തെ കാര്യം. പുതുതായി ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്താൽ ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതൽ ആ ഭൂപ്രദേശത്തെ ജനങ്ങൾ ഇന്ത്യൻ പൗരന്മാരായി മാറുന്നു. അതായത് പുതുതായി ഏതെങ്കിലും ഒരു ഭൂപ്രദേശം പുതിയതായിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നോ എവിടെന്നെങ്കിലും ഒരു ഭൂപ്രദേശം നമ്മൾ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ ആ ഭൂപ്രദേശത്തെ ജനങ്ങൾ എന്തായിരിക്കും? ഇന്ത്യൻ പൗരന്മാരായി മാറിത്തീരുന്നതാണ്. അടുത്തതാണ് പൗരത്വം നഷ്ടമാകുന്നത്. 3 തരത്തിൽ പൗരത്വം നഷ്ടപ്പെടുന്നതിനെ പറ്റി ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. 5 തരത്തിൽ പൗരത്വം നേടാമെങ്കിൽ 3 തരത്തിൽ പൗരത്വം നഷ്ടമാകുന്നതിനെക്കുറിച്ചും പൗരത്വ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാണ് പരിത്യാഗം വഴി. പ്രായപൂർത്തിയും കാര്യപ്രാപ്തിയുമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഡിക്ലറേഷൻ നൽകുന്നത് വഴി ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പൗരത്വവും അതോടൊപ്പം നഷ്ടമാകുന്നതായിരിക്കും. കുട്ടി പ്രായപൂർത്തിയായ ശേഷം വേണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അയാൾ ഒരു പ്രായപൂർത്തിയായ 18 വയസ്സ് തികഞ്ഞ ഒരാൾ, കാര്യപ്രാപ്തിയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് അയാളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണെങ്കിലും അപ്പോൾ എന്താണ്? അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയാണോ ഒരു ഡിക്ലറേഷൻ നൽകുന്നത് അവർക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പൗരത്വവും അതോടൊപ്പം നഷ്ടമാകും. പിന്നീട് ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായ ശേഷം വേണമെങ്കിൽ ഇന്ത്യ പൗരത്വം സ്വീകരിക്കാവുന്നതാണ്. ഇനി നിർത്തലാക്കൽ. ഇന്ത്യൻ പൗരൻ മറ്റാരുടെയും നിർബന്ധം മൂലമല്ലാതെ സ്വന്തം അറിവോടെയും സമ്മതത്തോടെയും വിദേശ പൗരത്വം സ്വീകരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. കാരണം എന്താ? ഇന്ത്യയിൽ ഏക പൗരത്വമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യൻ പൗരത്വം അവർക്ക് നഷ്ടമാകുന്നു. പിന്നെ 3ാമത്തേതാണ് എടുത്തു മാറ്റുക, അപഹരിക്കുക. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു വ്യക്തിയുടെ പൗരത്വം നിർബന്ധപൂർവ്വം ഒഴിവാക്കുന്നു. വഞ്ചനയിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം നേടിയതെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ അവിശ്വാസം പുലർത്തിയാൽ, യുദ്ധസമയങ്ങളിൽ നിയമവിരുദ്ധമായി ശത്രുരാജ്യവുമായി വ്യാപാരമോ ആശയവിനിമയമോ നടത്തിയാൽ, രജിസ്ട്രേഷൻ, ചിരകാലവാസം എന്നിവ മുഖേന പൗരത്വം നേടിയ വ്യക്തി 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും രാജ്യത്ത് 2 വർഷം
തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ തുടർച്ചയായി 7 വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയാൽ 1955 പൗരത്വ നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകിയിരുന്നുവെങ്കിലും 2003 പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇത് റദ്ദാക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം 2019 പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാർ 2014 ഡിസംബർ 30 മുമ്പ് ഇന്ത്യയിലെത്തി താമസമാക്കിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ മത വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി 2019. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2010 ഡിസംബർ 10 രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയും പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളവുമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശുമാണ്. കൺഫ്യൂസിങ് ഫാക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്, ഓർത്ത് വെച്ചോണം. അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് നമുക്ക് ഭരണഘടനയിൽ നിന്നും പഠിക്കാൻ ഇത്രയാണോ ഉള്ളത്. പൗരത്വം നേടുന്നതെങ്ങനെ, പൗരത്വം നഷ്ടമാകുന്നതെങ്ങനെ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. ഇതിൻ്റെ അപ്പുറത്തേക്ക് പൗരത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളോട് ചോദിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾ നല്ലതുപോലെ കാണുക, കേൾക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.